ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IELTS വേണ്ട, OET വേണ്ട, അതുപോലെ ഒരു സർട്ടിഫിക്കേഷൻസും വേണ്ട. ജസ്റ്റ് പാസ്പോർട്ടും കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാം. നല്ല രസമുണ്ടല്ലേ കേൾക്കുമ്പോൾ? ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഒക്കെ പോകണം അല്ലെങ്കിൽ ജോലി ചെയ്യണമെന്ന് ഒത്തിരി പേരുടെ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ മുതലാക്കി അത് വെച്ച് നിങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ ന്യൂസിലൻഡിലുള്ള സമയത്ത് റേഡിയോ വഴി നമ്മൾ ഒത്തിരി പ്രാവശ്യം ആളുകളെ റിമൈൻഡ് ചെയ്തതാണ്. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പരസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നതിൽ ഭൂരിഭാഗവും. ദയവ് ചെയ്ത് പൈസ കൊടുക്കരുത്. കൊടുത്ത് പറ്റിക്കപ്പെട്ടാൽ, നിങ്ങൾ ഒരു പ്രാവശ്യം ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ എത്തപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ നിങ്ങളുടെ ചെലവിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. വിസിറ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ അവർ പറ്റിക്കുകയാണെന്ന് ഒത്തിരി പ്രാവശ്യം പറഞ്ഞതിന് ശേഷവും ഇന്നലെയും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ചേട്ടാ, വൈഫ് ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്, 5 ലക്ഷം രൂപ കൊടുത്താൽ ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവൾ പഠിക്കാനൊക്കെ ഒരു ഇച്ചിരി പുറകോട്ടാണ്. അതുകൊണ്ട് IELTS OET ഒന്നും വേണ്ടെന്ന ഏജൻസി പറഞ്ഞത്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 2 ലക്ഷം രൂപ കൊടുക്കണം. ഞങ്ങൾ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ എൻ്റെ ജോലിയും കൂടെ റിസൈൻ ചെയ്തോട്ടെ, അത് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകാമല്ലോ എന്ന്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി പറഞ്ഞു. അയച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കമ്പനിയില്ല, അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ല, അങ്ങനെ ഒരു ആൾക്കാരോ ഇല്ല. ഇതാണ് അവസ്ഥ. ഇത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ കാര്യമല്ല. ഒത്തിരി മെസ്സേജുകളും കമൻറ്റുകളും വരുന്നുണ്ട്. എനിക്കും അതുപോലെ അറിയാവുന്നവർക്ക് എല്ലാവരോടും ചോദിച്ചാലും ഇപ്പം ഗൾഫിലും അതുപോലെ ഇസ്രായേലിലും നാട്ടിലും ഒക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഈ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസീസ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് പഠിക്കാൻ ഒരു ഇച്ചിരി പുറകോട്ടുള്ള നേഴ്സുമാർ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യുന്നവരും. അതായത് ഈ IELTS PT OET ഒക്കെ എഴുതിയാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എഴുതി തോറ്റിട്ടിരിക്കുന്ന ആൾക്കാർ. ഇവർക്കാണ് മനസ്സിൽ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ലോൺ എടുത്തോ, ഉള്ളത് എന്തെങ്കിലുമൊക്കെ വിറ്റ് പറയ്ക്കോ, അല്ലെങ്കിൽ സേവിങ്ങിൽ നിന്ന് എടുത്തോ ഒക്കെ അവർക്ക് ഒരു 3 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ അവരത് എങ്ങനെയും ഒപ്പിച്ചു കൊടുക്കും. എന്തിനാ? ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഒക്കെ പോകാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ US അതുപോലെ UK ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് വരണമെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് മസ്റ്റാണ്. IELTS വേണ്ട, OET വേണ്ട, ഒന്നും വേണ്ട. കയ്യിൽ പൈസയും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാമെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന പരസ്യങ്ങളുണ്ടെങ്കിൽ 100% അവ വ്യാജ റിക്രൂട്ട്മെന്റ് ആണ്. അങ്ങനെ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് വന്ന് ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. വേറൊരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയച്ചത്, അയാൾ ഓൾറെഡി 10,000 രൂപ കൊടുത്തു, ബാക്കി 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഇവിടെ കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ കാർട്ടൺ ഉണ്ടാക്കുന്ന കമ്പനിയിൽ കാർട്ടൺ മടക്കുക എന്ന് പറയുന്ന ജോലിയാണ്. പക്ഷേ ആദ്യം അവർ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അവർ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ തരുന്നുണ്ട്. സാലറി കയ്യിലേ തരുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഒക്കെ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. പിന്നെ ഫ്രീ ഉള്ള സമയത്ത് വേറെ എന്ത് ജോലി വേണേലും ചെയ്യാം. ഇങ്ങനെ യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ. അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റാങ്. മറ്റേ ബാല പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി റാങ് ആണ്. പക്ഷേ അതും വിശ്വസിച്ച് അയാളും കൊടുത്തു. അയാളൊരു ഡ്രൈവറാണ്. അയാളും കൊടുത്തു 10,000 രൂപ. ഇതുപോലെ വെറുതെ ഒരു എന്താ പറയുക, ഒരു മനസാക്ഷിയും ഇല്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സാക്ഷരതയിൽ 100% എന്ന് അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. പറ്റിക്കുന്നതിലും കൂടുതൽ പറ്റിക്കപ്പെടുന്നതിലും കൂടുതൽ നമ്മുടെ ആളുകൾ തന്നെയാണ്. ദയവ് ചെയ്ത് അതുകൊണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് സ്കിൽ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തേക്ക് വരാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് വിസയോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും സ്പോൺസർ ചെയ്തോ ഒക്കെ നമുക്ക് വരാൻ വേണ്ടി പറ്റും. അതോ ടെമ്പററി സ്കിൽഡ് വിസ ആയിരിക്കാം, അല്ലെങ്കിൽ 186 190 189 ഒക്കെ പോലത്തെ PR വിസകളായിരിക്കാം. ഇതൊക്കെ ലോങ് പ്രോസസ്സാണ്. ഇതിലൊക്കെ നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ലാംഗ്വേജ് ടെസ്റ്റും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമുക്ക് വിസ ഗ്രാൻറ്റ് ചെയ്യുള്ളൂ. അല്ലാത്തതൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത് അവർ നിങ്ങളെ പറ്റിക്കുകയാണ്. വിസിറ്റിംഗ് വിസയ്ക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വ്യാജ പരസ്യങ്ങളിൽ വീഴരുത്. കാരണം ഒത്തിരി ആളുകൾ, ഒത്തിരി പേരുകൾ കമൻറ്റുകളായിട്ടും ഫോൺ കോളായിട്ടും നമ്മൾ പറഞ്ഞു മടുത്തു എന്ന് തന്നെ പറയാം. ചേട്ടാ, പൈസ കൊടുക്കല്ലേ, കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ ചോദിക്കുന്നത്, ചേട്ടാ ആ കമ്പനിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാവോ, ചേട്ടാ ഈ കമ്പനിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാവോ. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പറ്റിക്കപ്പെടരുത്. നേരത്തെ UK ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ തട്ടിപ്പുകാരുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം ഒത്തിരി ആളുകൾ ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവർക്കറിയാം.
അതുകൊണ്ട് ദയവേത് ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ പോയി ചാടരുത്. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ, ഇസ്രായേലിലുള്ളവർ, നാട്ടിലുള്ളവർ, ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നവർ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, ഇതൊന്നും അല്ലാതെ അൺസ്കിൽഡ് ആയിട്ട് ഇവരാരും റിക്രൂട്ട് ചെയ്യുന്നില്ല. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും, ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്കിൽ സെറ്റ് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതിൽ ജോബ് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. seek.com, smartjobs.com ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ജോലി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നുമല്ലാതെ യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയോ ഏതെങ്കിലും ഒരു ലാൻഡ് ലൈൻ നമ്പറോ മൊബൈൽ നമ്പറോ തന്നിട്ട് പരസ്യം കൊടുക്കുന്ന ഏജൻസികളുടെ ചതിക്കുഴിയിൽ പോയി ആരും പെടരുതെന്ന് വിനീതമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി പേരായി വിളിച്ച് കരഞ്ഞു പറയുന്നതും അന്വേഷിക്കേട്ടാ പ്ലീസ് എന്തെങ്കിലും വഴിയുണ്ടോ, എന്ത് ചെയ്യാനാണ്, വേറൊരു ആൾക്കാർക്ക് നമ്മൾക്ക് സഹായിക്കുന്നതിന് അതിന് ലിമിറ്റുണ്ട്. അതുകൊണ്ട് ദയവേത് ആരും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പോയി ചാടരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.